ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. ഷെറിനെ കോളേജിലാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എറണാകുളത്താണ് അവൻ പഠിക്കാൻ പോണേ. അപ്പോൾ ഞങ്ങൾ തന്നെ ഫസ്റ്റ് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അഡ്മിഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അല്ലാതെ നാളെ തൊട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പം ഇന്ന് ഹോസ്റ്റലിൽ കൊണ്ടാക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ആണ് കാറ്റടിക്കുന്നത് കേട്ടോ. കുഞ്ഞു പറയുന്നല്ലേ ചലോ ഇല്ലേ കുഞ്ഞ് ഒന്ന് പറഞ്ഞേ. കുഞ്ഞിക്ക് ഇച്ചിരി എനർജി പോരാ, പറഞ്ഞേ ചലോ ഒന്ന്. ചലോ. ഏതോ ഒരു ട്രെയിൻ പോകുന്നു. നമ്മുടെ ട്രെയിൻ വല്ലാന്ന്. കുഞ്ഞി ട്രെയിൻ പോകുന്നുണ്ടാ? കണ്ടാ ട്രെയിൻ പോകുന്നു. നിങ്ങൾ കണ്ടോ ഗൈസ്? നിങ്ങൾ കണ്ടോ ട്രെയിൻ പോകുന്നു? അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇനി നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പാർക്കിംഗ് സൈഡിലോട്ട് പോവാട്ടോ. ഇതാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്നാലും ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതുവരെ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പക്ഷെ ഭയങ്കര തിരക്ക് ഇവിടെ ഫുള്ള് വെള്ളം കയറി. നമ്മൾ പോകുന്ന സ്ഥലത്ത് വെള്ളം കയറി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി പോകുമ്പോൾ കാണാനില്ലയോ. പത്രം എടുത്തോണ്ടാ വന്നേ കേട്ടോ. അപ്പം ഇന്ന് പത്രം വായിക്കാൻ എടുക്കുമ്പോഴായിരിക്കും പത്രം കാണാതിരിക്കുന്നത്. നമുക്ക് പോകുന്ന ട്രെയിനിൻ്റെ സമയം 8 മണിയായിരുന്നു. അപ്പോൾ അരമണിക്കൂർ ബാക്കിയുള്ളത് കൊണ്ട് ഞങ്ങൾ പാർക്കിംഗ് സൈഡിൽ നേരെ പോയത് ഉടുപ്പി റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് അച്ഛൻ സാമ്പാർ വട കഴിച്ചു. ഞങ്ങൾ ഇഡലി, സാമ്പാർ, ചട്നി, പിന്നെ വേറെ എന്തോ ഒരു ചട്നി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റും എടുത്ത് പ്ലാറ്റ്ഫോമിൽ. പിന്നെ എന്തോ പോന്നേത്? ട്രെയിൻ ചിക്ക പോന്ന കൊള്ളാല്ലേ? അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. മെമു എന്നല്ലേ പേര്? മെമു. ഷെറിനെ കാണുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്, ഇനി തിരിച്ചു വരുമ്പോൾ അവനില്ലല്ലോ. ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ അവനെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടൈമാണ്. എത്ര നാളിങ്ങനെ മാറി നിന്നിട്ടുമില്ല. ആ ഒരു വിഷമം. പിന്നെ എന്നായാലും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതല്ലേ, അപ്പോൾ കുഴപ്പമില്ല. നിർത്തിയിട്ടേക്കാണ് ട്രെയിൻ. കുറച്ച് ഫ്രണ്ടിലോട്ട് പോകണം. അപ്പം എറണാകുളത്തിന് മുമ്പായിട്ട് നിർത്തിയിട്ടേക്കാണ്. അപ്പം ഞാനിങ്ങനെ ഈ വാതിലിൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. സാരിയില്ല, കുറച്ച് ആൾക്കാരെ ഉള്ളൂ, അതുകൊണ്ടാണ്. ചെറുതതിൻ്റെ അപ്പുറത്തേക്ക് പോകും. വിഷമം ഉണ്ടോടാ എനിക്ക്? ഞാൻ പറഞ്ഞു അവനെ വിഷമമാണ്. ഇവർ രണ്ടുപേരും എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങനെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അടുത്ത് മെട്രോയും ഉണ്ട്. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ബിരിയാണി ഓർഡർ ചെയ്തേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പം മെട്രോയിൽ കയറാൻ പോകാം. അങ്ങനെ മെട്രോയിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഇതേപോലെ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ്റെ ഹോസ്റ്റലും കോളേജും ഉള്ളത്. സോ അപ്പം ഞങ്ങൾ മുട്ടത്തിറങ്ങി ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹോസ്റ്റലിലൊക്കെ എത്തി. അവന് പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അങ്ങനെ അവൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ കുഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പോയിട്ട് വരും. ടാറ്റ കൊടു കുഞ്ഞ്, ടാറ്റ കൊടുത്തേ. പോവാ, ടാറ്റ. പോന്നേ, അമ്മയെ വിളിക്കണേ. മോനെ, അവന് പഠിക്കണ്ടേ? അവൻ നല്ല കൂളായിട്ടിരിക്കുന്നത്, ഇയാൾ കിടന്ന് കീറുന്നത്. അങ്ങനെ ഷെറിനെ നമ്മൾ ഹോസ്റ്റലിലാക്കി. ഇപ്പം നമ്മൾ തിരിച്ച് മെട്രോ സ്റ്റേഷനിലോട്ട് പോവാണ്. എന്നിട്ട് നമുക്ക് നേരെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പോകണം. സോ അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുന്നതാണ്. വീട്ടിലെത്താൻ എന്തായാലും ഒരു രാത്രി ടൈമൊക്കെ ആവും. ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇവിടെ ഒരാൾ ഭയങ്കര കരച്ചിലായിരുന്നു, ഷെറിനെ വേണം. അവൻ പിന്നെ കുഴപ്പമില്ലാതായിട്ടാണ് നിൽക്കുന്നത്. ഇവള് ഭയങ്കര ഓവറാക്കി കീറ്റലായിരുന്നു. എട്ട വഴിയാണ്. ഇവിടെയൊക്കെ നല്ല നൈസ് വീടുകളൊക്കെ ആയിട്ട് ഉള്ള പെരും വീടുകളൊക്കെ ഉള്ള നല്ല രസമുണ്ട് വീടൊക്കെ കാണാൻ. പഠിക്കുന്ന കോളേജും ഇവിടുന്ന് തൊട്ടടുത്തായിട്ടാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നടന്നു പോകുന്ന അത്ര ദൂരമേ ഉള്ളൂ. പിന്നെ അവന് പിന്നെ നടന്ന് നല്ല ശീലമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇന്ന് പിന്നെ നല്ല വെയിറ്റും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നല്ലോ ബാഗിൽ. തുണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചുമന്നുകൊണ്ടായിരുന്നു. നാളൊരു ടയേർഡ്നെസ് പോലെ ആയിരുന്നു. പക്ഷേ
കുഴപ്പമില്ല, നല്ലതായിട്ട് പഠിച്ചു തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ കാണാം പിടിച്ച് പണ്ടാരാണ്. ടേസ്റ്റ് പറ. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാനുള്ള ഏറനാട് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിൽ കയറി കൊല്ലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.